ഡിയർ സ്റ്റുഡൻസ്, മൈക്രോ എക്കണോമിക്സിൻ്റെ രണ്ടാം ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ അടുത്ത ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഫ്രം ഇൻഡിഫറൻസ് കർവ് ആൻഡ് ബജറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന ഭാഗമാണ്. അതായത് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഫ്രം ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അപ്പോൾ എന്താണ് ഇൻഡിഫറൻസ് കർവ്, ബജറ്റ് ലൈൻ? നിങ്ങൾ നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ടല്ലേ? എന്തായിരുന്നു ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും? ഒരു കൺസ്യൂമറുമായി ബന്ധപ്പെട്ട ബണ്ടിലിനെ പ്രതിപാദിക്കുന്ന രണ്ട് ഡിവൈസസ് ആണ്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ രണ്ട് ഡിവൈസസ് ആണ്. എന്തായിരുന്നു ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത്? ആൻ ഇൻഡിഫറൻസ് കർവ് ഷോസ് the preferences of the consumer on various bundles ആണ്. വിവിധ ബണ്ടിലുകളിലുള്ള ഒരു ഉപഭോക്താവിൻ്റെ ഇഷ്ടങ്ങൾ, പ്രിഫറൻസസ് അല്ലെങ്കിൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഇൻഡിഫറൻസ് കർവിൽ പ്രതിപാദിക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടെ പഠിക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ആർ മൊണോട്ടോണിക് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് മൊണോട്ടോണിക് ആണെങ്കിൽ, ഇഫ് പ്രിഫറൻസസ് ആർ മൊണോട്ടോണിക്, ബണ്ടിൽസ് ഓൺ ആൻ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതേസമയം ഒരു ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് പോകുമ്പോൾ അതിലുള്ള ബണ്ടിലുകൾ ഉയർന്ന സംതൃപ്തി, ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നൽകുക. ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇഷ്ടങ്ങൾ മാത്രം പോരല്ലോ. വെദർ ദീസ് ബണ്ടിൽസ് ആർ അവൈലബിൾ ടു ദ കൺസ്യൂമർ, അഫോർഡബിൾ ടു കൺസ്യൂമർ, ഈ ബണ്ടിലുകൾ അദ്ദേഹത്തിന് വാങ്ങാൻ കഴിയുമോ എന്ന കാര്യം എവിടെ പ്രതിപാദിക്കുന്നു? ബജറ്റ് രേഖയിൽ പ്രതിപാദിക്കുന്നു. ബജറ്റ് രേഖയെക്കുറിച്ച് അറിയാം. ബജറ്റ് ലൈൻ ഷോസ് ബണ്ടിൽസ് വിച്ച് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഗിവൺ ദ ഫിക്സഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ഗിവൺ ദ പ്രൈസസ് ഓഫ് ടു ഗുഡ്സ്. നിലവിലെ വരുമാനത്തിലും ഉപഭോക്താവിൻ്റെ വരുമാനത്തിലും നിലവിലെ വിലയിലും ഒരു ഉപഭോക്താവിന് ലഭ്യമാകുന്ന ബണ്ടിലുകൾ അതിൻ്റെ ചെലവ് വരുമാനത്തിന് തുല്യമായിരിക്കും. അതായത് കൺസ്യൂമർ മുഴുവൻ വരുമാനവും എവിടെ ചിലവാക്കുന്നു? ബണ്ടിലുകളിൽ ചിലവാക്കുന്നുണ്ട്. ഇതാണ് ബജറ്റ് രേഖ കാണിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ബജറ്റ് രേഖ ഒരു ചെറിയ ന്യൂമറിക്കൽ എക്സാമ്പിളിലൂടെ നമുക്ക് വരയ്ക്കാം. നേരത്തെ പഠിച്ച ഒരു പ്രോബ്ലം, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച അതേ പ്രോബ്ലം തന്നെയാണ് എടുക്കുന്നത്. ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് ₹12, പ്രൈസ് ഓഫ് ഗുഡ് 1 ദാറ്റ് ഈസ് ബനാന ഈസ് ₹4, പ്രൈസ് ഓഫ് ഗുഡ് 2 ദാറ്റ് ഈസ് മാംഗോ ഈസ് ₹2. ഈ ഡേറ്റ പ്രകാരം നമുക്കൊരു ബജറ്റ് രേഖ വരയ്ക്കാം. ഇതിന് പ്രകാരം ബജറ്റ് രേഖ എങ്ങനെ വരയ്ക്കും? എല്ലാ ബണ്ടിലുകളും അറിയണമെന്നില്ലല്ലോ. പകരം രണ്ട് ഇൻ്റർസെപ്റ്റുകൾ, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബജറ്റ് രേഖ വരയ്ക്കാം. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് M/P2 ആണ്. ദാറ്റ് ഈസ് M12/2 = 6 ആണ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് M/P1 ദാറ്റ് ഈസ് =12/4 = 3. ഈ രണ്ട് ഇൻ്റർസെപ്റ്റുകൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബജറ്റ് രേഖ വരയ്ക്കാം. നമുക്ക് ഗ്രാഫിനകത്ത് ഇതിൻ്റെ ഈ ഗ്രാഫിൽ മുകളിലുള്ള ഗ്രാഫ് ഇപ്പോൾ ശ്രദ്ധിക്കുക, അപ്പർ പാർട്ടിലുള്ള ഗ്രാഫ് ശ്രദ്ധിക്കുക. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ്? 6 ആണ്, മാർക്ക് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 3 ആണ്, 3 ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ഗ്രാഫ് വരയ്ക്കാൻ അറിയാമല്ലോ. ഗുഡ് 1 എപ്പോഴും എക്സ് ആക്സിസിലും ഗുഡ് 2 വൈ ആക്സിസിലുമാണ് നമ്മൾ മെഷർ ചെയ്യുക. ഈ ഇൻ്റർസെപ്റ്റുകൾ യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ബജറ്റ് രേഖ കിട്ടും. അപ്പോൾ നിലവിലെ ഡേറ്റ പ്രകാരം ഇതാണ് ബജറ്റ് രേഖ. അതിൻ്റെ ഇൻ്റർസെപ്റ്റ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എ എന്നും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ബി എന്നും കൊടുക്കുക. അപ്പോൾ AB ആണ് ഇവിടുത്തെ ബജറ്റ് രേഖ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഈ ബജറ്റ് രേഖ കാണിക്കുന്നത് നിലവിലെ വരുമാനം 12ഉം വില 4ഉം 2ഉമാണെങ്കിൽ വരുമാനം മുഴുവൻ പൂർണ്ണമായും ചെലവാക്കുമ്പോൾ കിട്ടുന്ന ബണ്ടിലുകളെ കാണിക്കുന്ന രേഖയാണ് ബജറ്റ് രേഖ. ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഒന്ന്
ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് പ്രിഫറൻസ് കാണിക്കുന്നു, ബജറ്റ് രേഖ അഫോർഡബിൾ ബണ്ടിൽസിനെ കാണിക്കുന്നു. അപ്പോൾ ഏത് ബണ്ടിലാണ് ഉപഭോക്താവ് വാങ്ങുന്നത് അതും ചെയ്യണം അല്ലേ? ഈ ബജറ്റ് രേഖയിൽ നിരവധി പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ അതിലേത് ബണ്ടിലാണ് ഉപഭോക്താവ് വാങ്ങുന്നത് എന്ന് എങ്ങനെ തീരുമാനിക്കും, എങ്ങനെ കണ്ടുപിടിക്കും? ആർക്കെങ്കിലും പറയാമോ? ഒന്ന് ഓർത്തു നോക്കാമോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന്? എങ്ങനെയാണ്? അവിടെ നിങ്ങൾ ഓർക്കുക, കൺസ്യൂമർ ഈസ് റാഷണൽ. കൺസ്യൂമർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? റാഷണലാണ്, യുക്തിയുള്ളയാളാണ്, ബുദ്ധിപരമായ തീരുമാനമെടുക്കാൻ കഴിവുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എയിം ഓഫ് എ കൺസ്യൂമർ ഈസ് ടു അറ്റെയിൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. പരമാവധി സംതൃപ്തി നേടുക എന്നുള്ളതാണ് ഒരു കൺസ്യൂമറുടെ ലക്ഷ്യം. അപ്പോൾ കൺസ്യൂമർ വിൽ ഡെഫിനറ്റ്ലി ചൂസ് എ ബണ്ടിൽ ദാറ്റ് ഗീവ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ബണ്ടിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ബണ്ടിലായിരിക്കും. തീർച്ചയായിട്ടും അത് എവിടെയുള്ള ബണ്ടിലായിരിക്കും? ബജറ്റ് രേഖയിലുള്ള ഒരു ബണ്ടിലായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അതിലൂടെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ പരമാവധിയാകുന്ന ബണ്ടിൽ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ? യെസ്, ഏതാണ്? ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ. ദാറ്റ് ഗീവ്സ് ദ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ദ ബണ്ടിൽ അറ്റ് ദ ഓപ്റ്റിമൽ ചോയ്സ് ഈസ് ദ ഓപ്റ്റിമം ബണ്ടിൽ. ദാറ്റ് ഓപ്റ്റിമം ബണ്ടിൽ ഗീവ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മൾ വരച്ച AB എന്ന ബജറ്റ് രേഖയിൽ ഏത് ബണ്ടിലാണ് കൺസ്യൂമർ ഓപ്റ്റിമൽ ചോയ്സിലൂടെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനെന്ത് കൊണ്ടുവരണം? ഇവിടെ ഇൻഡിഫറൻസ് കർവ് കൊണ്ടുവരണം. അദ്ദേഹത്തിന് പ്രിഫറൻസ് കാണിക്കുന്ന ഇൻഡിഫറൻസ് കർവ് കൊണ്ടുവരണം. ആ ഇൻഡിഫറൻസ് കർവ് ബജറ്റ് രേഖയിൽ എവിടെ ടാൻജൻ്റ് ആകുന്നോ ആ ബിന്ദുവാണ് ഓപ്റ്റിമൽ ചോയ്സ്. അതാണ് ഓപ്റ്റിമം ബണ്ടിൽ നൽകുന്നത്. അപ്പോൾ നമുക്ക് ആ ഇൻഡിഫറൻസ് കർവ് ഒന്ന് വരച്ചു നോക്കാം. സപ്പോസ് കൺസ്യൂമറിൻ്റെ ഇൻഡിഫറൻസ് കർവ് ഈ പോയിന്റിലാണ്, C എന്ന പോയിന്റിലാണ് സംഭവിക്കുന്നത് എങ്കിൽ C എന്ന ബിന്ദുവായിരിക്കും എന്തായിട്ട് വരുന്നത്? ഓപ്റ്റിമൽ ചോയ്സ് ആയി വരുന്നത്. അല്ലെങ്കിൽ ഈ പോയിന്റ് ഓഫ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇവിടെയുള്ള ബണ്ടിൽ ഏതാണോ ആ ബണ്ടിലായിരിക്കും ഓപ്റ്റിമം ബണ്ടിൽ എന്നും പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഓപ്റ്റിമം ബണ്ടിലിൻ്റെ അളവ് നോക്കാം. X1ൻ്റെ അളവ് ഇതിന് നേരെ വരുമ്പോൾ 1 യൂണിറ്റ്, X2ൻ്റെ അളവ് 4 യൂണിറ്റ്. അപ്പോൾ ഓപ്റ്റിമം ബണ്ടിൽ ഏതാണ്? ബനാനയുടെ 1 യൂണിറ്റും മാംഗോയുടെ 4 യൂണിറ്റും. അതാണ് അദ്ദേഹത്തിന് പരമാവധി സംതൃപ്തി നൽകുന്നത്. ബാക്കി ഒരു ബണ്ടിലും അദ്ദേഹം വാങ്ങുകയില്ല. സോ ഈ ഡേറ്റ പ്രകാരം കൺസ്യൂമറിൻ്റെ ഓപ്റ്റിമം ബണ്ടിൽ എന്ന് പറയുന്നത് 1, 4 ആണ്. ഓപ്റ്റിമം ബണ്ടിൽ 1, 4 ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നിലവിലെ 12 രൂപ കൊടുത്ത് ചിലവാക്കി ബനാനയുടെ 1 യൂണിറ്റ് 4 രൂപയ്ക്കും മാംഗോയുടെ 4 യൂണിറ്റ് 2 രൂപയ്ക്കും വാങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഭാഗത്ത് നിങ്ങൾ പഠിച്ച പല ആശയങ്ങളും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം വിശദമായിട്ട് വീണ്ടും ഒന്നുകൂടെ പറയുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ ഡിമാൻഡ് എന്നൊരു ഭാഗം പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി? എന്തായിരുന്നു? ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് the quantity of that commodity purchased at a given price per unit of time ആണ്. ഒരു നിശ്ചിത വിലയിൽ വാങ്ങുന്ന ഒരു സാധനത്തിൻ്റെ അളവാണ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി, ഒരു സാധനത്തിൻ്റെ ചോദനമെന്ന് പറയുന്നത്. ഇവിടെ ഡിമാൻഡ് ഫോർ ബനാന എത്രയായിരിക്കും? 1 യൂണിറ്റ് ബനാന എത്ര രൂപയ്ക്ക് വാങ്ങുന്നു? 4 രൂപയ്ക്ക് വാങ്ങുന്നു. അപ്പോൾ ഡിമാൻഡ് ഫോർ ബനാന എത്രയാണ്? 1 യൂണിറ്റാണ്. ഡിമാൻഡ് ഫോർ മാംഗോ എത്രയാണ്? 4 യൂണിറ്റ് മാംഗോ എത്ര രൂപയ്ക്ക് വാങ്ങുന്നു? 2 രൂപയ്ക്ക് വാങ്ങുന്നു. അപ്പോൾ ഡിമാൻഡ് ഫോർ മാംഗോ എത്രയാണ്? 4 യൂണിറ്റാണ്. ഇതാണ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു പ്രൈസ് ഓഫ് ബനാന
ക്വാണ്ടിറ്റി ഓഫ് ബനാന ഞാൻ പ്രത്യേകം എടുത്ത് എഴുതാൻ പോവുകയാണ്. നമ്മളിപ്പോൾ വാങ്ങുന്നത് എത്ര യൂണിറ്റാണ്? 1 യൂണിറ്റാണ്. എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്? 4 രൂപയ്ക്കാണ് വാങ്ങുന്നത്, അല്ലേ? നമ്മൾ ഇന്ന് ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് കർവ് ഫോർ ബനാനയാണ്. ഡിമാൻഡ് കർവ് ഫോർ ബനാന. മാംഗോയെക്കുറിച്ചും തൽക്കാലം നമ്മളൊന്നും പറയുന്നില്ല. അപ്പോൾ അടുത്തൊരു ഭാഗം ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റിയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ദർ ആർ വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. ഇവിടെ തന്നെ നോക്കൂ, ഏതൊക്കെയാണ്? ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് ദ ഗുഡ്, ബനാനയാണെങ്കിൽ ബനാനയുടെ വില, സ്വന്തം വില, പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി, മുമ്പ് പറഞ്ഞ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇങ്ങനെ നിരവധി ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സാധനത്തിൻ്റെ അളവിനെ നിശ്ചയിക്കുന്നുണ്ട്. സോ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എക്സെട്ര. പക്ഷേ ലോ ഓഫ് ഡിമാൻഡിൽ എന്താണ് പ്രതിപാദിക്കുന്നത്? എന്തായിരുന്നു ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്? അതർ തിങ്സ് ബീങ് ഈക്വൽ, പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് ഡിമാൻഡ് എന്നാണ്. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ ഘടകങ്ങളിൽ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഒഴികെ ബാക്കി എല്ലാ ഘടകങ്ങളും മാറുന്നില്ല എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, അതായത് M12 ആണെങ്കിൽ മാറ്റമില്ല, P2 2 ആണെങ്കിൽ അതിനും മാറ്റമില്ല, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും മാറുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഏത് കമ്മോഡിറ്റിയുടെ ഗുഡിൻ്റെ ഡിമാൻഡാണോ പറയുന്നത്, ആ സാധനത്തിൻ്റെ വിലയും ഡിമാൻഡും തമ്മിൽ വിപരീത ബന്ധമാണ്. എന്ന് വെച്ചാൽ അർത്ഥം, പ്രൈസ് ഓഫ് ബനാനയാണെങ്കിൽ ബനാനയുടെ വില കുറയുമ്പോൾ ബനാനയുടെ ഡിമാൻഡ് കൂടും, ബനാനയുടെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. അതും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഈ ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് മാത്തമാറ്റിക്കലായിട്ടും ഗ്രാഫിക്കലായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന ആശയം കാണിക്കുന്നത് ഗ്രാഫിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദ ലോ ഓഫ് ഡിമാൻഡാണ്. അപ്പോൾ ഡിമാൻഡ് കർവ് എന്താണ്? ഷോസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ഡിമാൻഡാണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കൊരു പട്ടിക ഉണ്ടാകും, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ സാധിക്കും. ആ ഷെഡ്യൂളിലോ ഗ്രാഫിലോ പറയുന്നത് വേരിയസ് ക്വാണ്ടിറ്റീസ് അറ്റ് വേരിയസ് പ്രൈസസ് ആണ്. അതായത് ഈ 4 രൂപ എന്ന വില, ബനാനയുടെ വില കുറയുകയോ കൂടുകയോ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി വിപരീത ദിശയിൽ മാറുന്നു. കഴിഞ്ഞ വർഷം നെഗറ്റീവ് കോറിലേഷനകത്തൊക്കെ നിങ്ങൾ എക്സാമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ട്. പ്രൈസ് ആൻഡ് ഡിമാൻഡ് നെഗറ്റീവ് കോറിലേഷൻ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ ഡിമാൻഡ് കർവ് എന്ത് ഷേപ്പ് ആയിരിക്കും? ഇറ്റ് ഇസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. വൈ? ഷോയിങ് ദ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ്. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് കർവ് ഫോർ ബനാനയാണ്. എന്ന് വെച്ചാൽ അർത്ഥം, ബനാനയുടെ വില മാറുമ്പോൾ ബനാനയുടെ ഡിമാൻഡിൽ എന്ത് മാറ്റമുണ്ടാകുന്നു, അതിലൂടെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. എവിടെ നിന്നും? ഓർഡിനൽ അനാലിസിസിൽ നിന്നും. ഇപ്പം ഞാൻ ഈ കൊണ്ടുവന്ന ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ പഠിച്ച വിവിധ ആശയങ്ങളുടെ ഒരു സംയോജനമാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. ഇനി വീണ്ടും ഒരു ടോപ്പിക്ക് ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ്. ഓർഡിനൽ അനാലിസിസിൽ ചേഞ്ചസ് ഇൻ ദ ബജറ്റ് ലൈൻ എന്നൊരു ഭാഗം പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഇതൊക്കെയായിരുന്നു ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ, പ്രൈസ് ഓഫ് ഗുഡ് 1 ചേഞ്ച് ചെയ്യുമ്പോൾ, പ്രൈസ് ഓഫ് ഗുഡ് 2 ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ ബജറ്റ് രേഖയ്ക്ക് മാറ്റമുണ്ടാകും. അദ്ദേഹത്തിന് കിട്ടുന്ന, കൺസ്യൂമറിന് കിട്ടുന്ന ബജറ്റ് സെറ്റിൽ, ബജറ്റ് ലൈനിലെ ബണ്ടിലിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ബനാന ഗുഡ് 1ൻ്റെ വില മാറുന്നു എന്നാണ്, അല്ലേ? ഗുഡ് 1ൻ്റെ വില മാറുമ്പോൾ എവിടെ മാറ്റം വരും? ഓർഡിനൽ അനാലിസിസിൽ ബജറ്റ് രേഖയിൽ മാറ്റമുണ്ടാകും.
അപ്പം നമുക്ക് നോക്കാം അത് ബജറ്റ് ട്രാക്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന്. അറിയാവുന്ന കാര്യമാണ്. സപ്പോസ് പ്രൈസ് ഓഫ് ഗുഡ് 1 ഫോൾസ് ടു ₹3. എത്രയായിട്ട് കുറഞ്ഞു? 3 കുറഞ്ഞു എന്ന് സങ്കല്പിക്കുക. ഇൻകത്തിലോ പ്രൈസ് ഓഫ് അതർ ഗുഡിലോ ഗുഡ് 2 മാറ്റമില്ല. അപ്പോൾ തീർച്ചയായിട്ടും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ മാറ്റമുണ്ടാകില്ല. 6 തന്നെയാണ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. പക്ഷേ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ത് ചെയ്യും? മാറും. ആ പുതിയ പ്രൈസ് P1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, P1 ഡാഷ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 12 ഡിവൈഡഡ് ബൈ പുതിയ പ്രൈസ് 3. റിസൾട്ട് എത്രയാണ്? 4. അപ്പം മുമ്പ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 3 ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയായി? 4 പഠിച്ചിട്ടുണ്ടല്ലോ. ഗുഡ് 1ൻ്റെ വില കുറയുകയാണെങ്കിൽ ബജറ്റ് രേഖ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ മാറ്റമില്ലാതെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൽ വലത്തോട്ട് മാറും. വില കുറയുകയാണെങ്കിൽ, വില കൂടുകയാണെങ്കിൽ ഇടത്തോട്ടാണ് മാറുന്നത്. അപ്പോൾ പുതിയ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 4 4 പ്ലോട്ട് ചെയ്യുന്നു. ഇപ്പോഴത്തെ 2 ഇൻ്റർസെപ്റ്റുകളെ യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു പുതിയ ബജറ്റ് രേഖ കിട്ടും. അതൊന്നും നമുക്ക് വരയ്ക്കാം. ഇതാണ് പുതിയ ബജറ്റ് രേഖ. അത് AB1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ AB അല്ല, ഇപ്പോൾ AB1 ആണ്. കാരണം എന്താണ്? ഗുഡ് 1ൻ്റെ വില കുറഞ്ഞപ്പോൾ അതിൻ്റെ കൂടുതൽ അവൈലബിലിറ്റി കൺസ്യൂമറിന് ഉണ്ടാകുന്നു. ബജറ്റ് സെറ്റിൽ ഗുഡ് 1ൻ്റെ അളവ് കൂടുന്നു. നമ്മൾ മൊണോട്ടോണിക് ടോളറൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അളവ് കൂടിയ ബണ്ടിലുകൾ കൂടുതൽ സംതൃപ്തി നൽകും. അപ്പോൾ തീർച്ചയായിട്ടും കൺസ്യൂമർ ഏത് ബണ്ടിൽ തിരഞ്ഞെടുക്കും? AB1 പുതിയ ബജറ്റ് രേഖയിലെ ഏതെങ്കിലും ഒരു ബണ്ടിൽ, ഏതെങ്കിലുമല്ല, പരമാവധി സംതൃപ്തി നൽകുന്ന ബണ്ടിലായിരിക്കും അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ഒരു പുതിയ ഇൻഡിഫറൻസ് കർവ് അവിടെ കൊണ്ടുവരണം. കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് കാണിക്കുന്ന ഇൻഡിഫറൻസ് കർവ് കൊണ്ടുവരണം. ആ ഇൻഡിഫറൻസ് കർവ് സപ്പോസ് ഇതാണെന്ന് സങ്കല്പിക്കുക. IC2. അപ്പോൾ IC2 പുതിയ ബജറ്റ് രേഖയിൽ എവിടെ ടാൻജൻ്റ് ആകുന്നോ ആ പോയിൻ്റാണ് പുതിയ ഓപ്റ്റിമൽ ചോയ്സ്. അപ്പോൾ പുതിയ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം D ആണ്. അവിടെ ഒരു പുതിയ ഓപ്റ്റിമം ബണ്ടിൽ ഉണ്ടാകും. അതിൻ്റെ അളവ് കണ്ടുപിടിക്കണമെങ്കിൽ X1ൻ്റെ അളവ് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് 2 യൂണിറ്റാണ്. X2ൻ്റെ അളവ് ഇവിടെ എത്ര വരും? 3 യൂണിറ്റ് വരും. അത് ഞാനിപ്പോൾ തൽക്കാലം മാർക്ക് ചെയ്യുന്നില്ല, ഒരുപാട് കോംപ്ലിക്കേഷൻ വരുത്താതിരിക്കും. സിംപ്ലിസിറ്റിക്ക് വേണ്ടി 3 ഓർത്താൽ മതി. പുതിയ ഓപ്റ്റിമം ബണ്ടിൽ 2, 3 ഇതിൻ്റെ അർത്ഥം എന്താണ്? നിലവിലെ വരുമാനം 12, ഗുഡ് 1ൻ്റെ വില കുറഞ്ഞ വിലയായ 3, ഗുഡ് 2ൻ്റെ വില 2 ആണെങ്കിൽ കൺസ്യൂമർ 2 ബനാന വാങ്ങും. ഏത് വിലയിലാണ്? 3 രൂപ വിലയിൽ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. പ്രൈസ് ഓഫ് ഗുഡ് 1 കുറയുമ്പോൾ ഗുഡ് 1ൻ്റെ അളവ് 1ൽ നിന്ന് എത്രയായിട്ട് കൂടുന്നു? 2 കൂടുന്നു. ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഓഫ് ഗുഡ് 1. എപ്പോഴാണ് സംഭവിച്ചത്? വില കുറഞ്ഞപ്പോൾ. ആ കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 4ൽ നിന്ന് 3 കുറഞ്ഞപ്പോൾ അളവ് 1ൽ നിന്ന് 2 കൂടും. അപ്പോൾ ഇതുവരെ ഇത്രയും ഞാൻ വിശദമായിട്ട് പറഞ്ഞെങ്കിലും ഈ ടോപ്പിക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ഇത്രയും പോയിന്റ്സ് പറഞ്ഞാൽ മതി. ദ കൺസ്യൂമർ ഇനിഷ്യലി ഇൻ ഇക്വിലിബ്രിയം ഓർ അറ്റ് ഓപ്റ്റിമൽ ചോയ്സ് അറ്റ് പോയിന്റ് C. He purchases 1 unit of banana and 4 units of mango. When price of good 1 banana falls, budget line shifts to the right A, B1. The new consumer's equilibrium or optimal choice is point D. Here, quantity of banana or good 1 increases from 1 to 2. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ സങ്കല്പിക്കാം. ഗുഡ് 1ൻ്റെ വില 2 കുറയുന്നു. ഇൻകത്തിലും P2ലും മാറ്റമില്ല, 2 കുറയുന്നു. എന്ത് സംഭവിക്കും? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൽ മാറ്റം വരും. എന്ത് മാറ്റം വരും? ഇൻകം 12 ഡിവൈഡ് ബൈ ഇപ്പോഴത്തെ വില 2 = 6.
അപ്പോൾ പുതിയ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ്? 6 ആണ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് പഴയ തന്നെയാണ്, കാരണം എന്താ, എമ്മും P2 മാറുന്നില്ല. അപ്പോൾ പുതിയ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 6 ആണ്. പുതിയ ഇൻ്റർസെപ്റ്റുകൾ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്കൊരു പുതിയ ബജറ്റ് രേഖ കിട്ടും. അതായത് പഴയ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും പുതിയ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കൂടെ. ഇതാണ് പുതിയ ബജറ്റ് രേഖ. ദാറ്റ് ഈസ് AB2 എന്ന് കൊടുക്കുക. പുതിയ ബജറ്റ് രേഖയുടെ നൊട്ടേഷൻ AB2 ആണ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്ത് സംഭവിക്കുന്നു? ബജറ്റ് സെറ്റിൽ ഗുഡ് വണ്ണിൻ്റെ കൂടുതൽ അളവ് ലഭിക്കുന്നു, പുതിയ ബജറ്റ് രേഖ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു പുതിയ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ബണ്ടിൽ അദ്ദേഹം സ്വീകരിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കണം? പുതിയ ബജറ്റ് രേഖ AB2 ആണ്. ഉപഭോക്താവ് തീർച്ചയായിട്ടും AB2-ലുള്ള ഒരു ബണ്ടിലായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അത് ഏതാണെന്ന് അറിയണമെങ്കിൽ അവിടെയുള്ള കൺസ്യൂമറിൻ്റെ പ്രിഫറൻസിനെ കാണിക്കുന്ന ഇൻഡിഫറൻസ് കർവ് അവിടെ ലൊക്കേറ്റ് ചെയ്യണം. ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഇൻഡിഫറൻസ് കർവ് E എന്ന ബിന്ദുവിലാണ് ടാൻജൻ്റ് ആകുന്നതെങ്കിൽ, IC3 എന്ന ഇൻഡിഫറൻസ് കർവ് E എന്ന ബിന്ദുവിൽ ടാൻജൻ്റ് ആകുന്നു. സോ ദ ന്യൂ ഓപ്റ്റിമൽ ചോയ്സ് ഈസ് E. അപ്പോൾ അവിടുത്തെ ഓപ്റ്റിമം ബണ്ടിൽ കണ്ടുപിടിക്കണം. എത്രയും ഓപ്റ്റിമം ബണ്ടിൽ? ഇത് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 4 യൂണിറ്റാണ് ബനാന വാങ്ങുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് X2-ൻ്റെ എത്ര യൂണിറ്റ് വാങ്ങും? 2 യൂണിറ്റ് വാങ്ങും. അത് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ 2 ആണെങ്കിൽ, വില 2 ആണെങ്കിൽ പുതിയ ഓപ്റ്റിമം ബണ്ടിൽ എന്ന് പറയുന്നത് 4.2 ആണ്. അപ്പോൾ ഇവിടെ മനസ്സിലായല്ലോ, വില കുറഞ്ഞപ്പോൾ X1-ൻ്റെ അളവ് 2-ൽ നിന്ന് എത്രയായിട്ട് വർദ്ധിച്ചു? 4 വർദ്ധിച്ചു. എന്തുകൊണ്ടാണ്? പ്രൈസ് ഓഫ് ഗുഡ് വൺ ബനാന ഡിക്രീസ് ചെയ്തതുകൊണ്ടാണ്, കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ 4 യൂണിറ്റ് ഇപ്പോൾ വാങ്ങുന്നത് ഏത് വിലയ്ക്കാണ്? 2 രൂപയ്ക്കാണ്. അപ്പോൾ വില 2 ആണെങ്കിൽ ഗുഡ് 2-ൻ്റെ അളവ് 4 ആണ്. ഇതേപോലെ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ബാക്കി നമുക്ക് പറയണ്ട, മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞാൽ മതി. IC1-ൽ നിന്നും IC2-ലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഉയർന്ന സംതൃപ്തി കിട്ടും, കാരണം ഹയർ ഇൻഡിഫറൻസ് കർവാണ്. IC2-ൽ നിന്ന് IC3-ലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും എന്ത് ചെയ്യും? ഉയർന്ന സംതൃപ്തി ലഭിക്കും. ഗുഡ് 1-ൻ്റെ വില കുറയുമ്പോൾ കൂടുതൽ അളവ് കിട്ടുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് പുതിയ ഓപ്റ്റിമൽ ചോയ്സിലേക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഓർഡിനൽ അനാലിസിസിൽ വില കുറയുമ്പോഴുള്ള പ്രതിഭാസം നമ്മൾ ഇവിടെ മേലുള്ള അപ്പർ പാർട്ടിലുള്ള ഡയഗ്രത്തിൽ നമ്മൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതിലൂടെ ഒരു ടേബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുവാണ്? മാറിയ വിലയും മാറിയ അളവിനെയും കാണിക്കുന്ന ഒരു ടേബിൾ. ഇതാരെ തമ്മിൽ കാണിക്കുന്നു? പ്രൈസ് ഓഫ് ബനാന ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ്, അല്ലേ? എന്ത് ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്? ഇൻവേഴ്സ് ബന്ധമാണ്, വിപരീത ബന്ധമാണ്. എങ്ങനെയാണ്? വില കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി കൂടി. ഇതാണല്ലോ ഡിമാൻഡ് കർവിൽ പറയുന്നത്. അപ്പോൾ ഈ ടേബിളിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് വിളിക്കാം. ഇതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. എന്താ ഡിമാൻഡ് ഷെഡ്യൂൾ? ഇറ്റ്സ് എ ടേബിൾ ഷോയിങ് ദ വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി അറ്റ് വേരിയസ് പ്രൈസസ് വിച്ച് ഷോസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആണ്. ഈ ഷെഡ്യൂളിനെ നമ്മൾ ഗ്രാഫാക്കി മാറ്റിയാൽ എന്ത് കിട്ടും? ഡിമാൻഡ് കർവ് കിട്ടും. കാരണം ഈ ടേബിൾ ഡിറൈവ് ചെയ്തത് എവിടെ നിന്നാണ്? ഓർഡിനൽ അനാലിസിസിൽ നിന്നാണ്, ഇൻഡിഫറൻസ് കർവ് ആൻഡ് ബജറ്റ് ലൈനിൽ നിന്നാണ്. ആ ഷെഡ്യൂൾ ഇവിടെ ഗ്രാഫാക്കിയാൽ നമുക്ക് എന്താകും? ഡിമാൻഡ് കർവ് ആകും. ഇനി അല്ലാതെ തന്നെയും ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? ഈ കർവ് ഡിറൈവ് ചെയ്യാം. 2 രീതിയിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിമാൻഡ് കർവ് വരയ്ക്കുന്നതിന് വേണ്ടി ഈ ഗ്രാഫിൻ്റെ നേരെ താഴെ ഇതിന് സമാന്തരമായിട്ട് തന്നെ വേറൊരു ഡയഗ്രം വരയ്ക്കണം. ഡിമാൻഡ് കർവ് വരയ്ക്കണമെങ്കിൽ എക്സ് ആക്സിൽ എന്തെടുക്കണം? ക്വാണ്ടിറ്റി ഡിമാൻഡ് എടുക്കണം. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ബനാന എടുക്കണം. വൈ ആക്സിസിൽ പ്രൈസ് ഓഫ് ബനാന എടുക്കണം. അങ്ങനെ നമുക്ക് വരച്ച് നോക്കാം. പ്രൈസ് 4 ആണെങ്കിൽ ക്വാണ്ടിറ്റി 1 ആണ്. പ്രൈസ് 4 ആണെങ്കിൽ 4-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി 1 ഇവിടെ മാർക്ക് ചെയ്യുന്നു, പോയിന്റ് പ്ലോട്ട് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഈ കാണിച്ച 1 യൂണിറ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം? നമ്മൾ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഏകദേശം ഇവിടെ വരും. അപ്പോൾ പ്രൈസ് 4 ആണെങ്കിൽ കൺസ്യൂമർ 1 യൂണിറ്റ് ബനാന. ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് ഓൺ ഡിമാൻഡ് കർവ്.
ഇതേപോലെ നോക്കാം, രണ്ട് യൂണിറ്റ് ബനാന, അത് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ 2 യൂണിറ്റ് ബനാന എത്ര രൂപയ്ക്ക് വാങ്ങുന്നു? 3 രൂപയ്ക്ക് വാങ്ങുന്നു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 പ്ലോട്ട് ചെയ്യുന്നു. ദിസ് ഇസ് എ സെക്കൻഡ് പോയിന്റ് ഓൺ ഡിമാൻഡ് കർവ്. ദാറ്റ് മീൻസ് അറ്റ് പ്രൈസ് 3 കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ഈസ് 2. പ്രൈസ് 3 കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ഈസ് 2. അടുത്തത് വീണ്ടും പ്രൈസ് കുറഞ്ഞു, 4-ൽ നിന്ന് 3 വീണ്ടും 2 കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി എത്രയാണ്? 4 കൂടുകയാണ്. അപ്പോൾ വില 2 ക്വാണ്ടിറ്റി 4 നമ്മളിവിടെ പ്ലോട്ട് ചെയ്യണം. 4 താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ 4-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വില അല്ലെങ്കിൽ വില 2 ആയിരിക്കുമ്പോൾ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി എത്രയാണ്? 4 ആണ്. ഈ പോയിന്റുകളെ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഒരു ഡിമാൻഡ് കർവ് ലഭിക്കും. DD is the demand curve. So this is the demand curve of banana. Demand curve of banana. നോക്കൂ, വില കുറയും തോറും ക്വാണ്ടിറ്റി കൂടുന്നു. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദിസ് ഈസ് ദി ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഫ്രം ഓർഡിനൽ അനാലിസിസ്. ഈ ഭാഗം ഇത്രയേ ഉള്ളൂ. ഇനി ഇതുമായി ബന്ധമുള്ള മറ്റൊരാശയം പറയാൻ പോവുകയാണ്. ഇവിടെ വില 4-ൽ നിന്ന് 2 കുറയുന്നു. അപ്പോൾ പുതിയ ഇക്വിലിബ്രിയം പോയിന്റ്സ് അല്ലെങ്കിൽ ഓപ്റ്റിമൽ ചോയ്സസ് ഓഫ് ദ കൺസ്യൂമർ ഉണ്ടാകുന്നുണ്ട്. വില 4 ആയിരുന്നപ്പോൾ C ആണ്, വില 3 മാറിയപ്പോൾ D ആണ് ഓപ്റ്റിമൽ ചോയ്സ്, വില 2 മാറിയപ്പോൾ ഓപ്റ്റിമൽ ചോയ്സ് E ആണ്. ഓപ്റ്റിമൽ ചോയ്സ് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ, രണ്ടും കൂടെ ടാൻജൻ്റ് ആകുന്നു. ബജറ്റ് രേഖയും ഇൻഡിഫറൻസ് കർവും കൂടെ ടാൻജൻ്റ് ആകുന്ന ബിന്ദുവാണ്. അപ്പോൾ സിയിൽ നിന്ന് ഇപ്പോൾ കൺസ്യൂമർ എവിടേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്? ഇയിലേക്ക് മൂവ് ചെയ്തു. സോ ദർ ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് കൺസ്യൂമർ ഫ്രം ദ ഓപ്റ്റിമൽ ചോയ്സ് സി ടു ദ ഓപ്റ്റിമൽ ചോയ്സ് ഇ. thereby there is an increase in the quantity purchase of good one or banana. അപ്പോൾ വില കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി കൂടുന്നു, അതുവഴി കൺസ്യൂമർ സിയിൽ നീയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ആ മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് പ്രൈസ് ഇഫക്റ്റ്. പ്രൈസ് ഇഫക്റ്റ് എന്താണ്? വില കുറയുമ്പോൾ കൂടുതൽ അളവ് സാധനങ്ങൾ വാങ്ങുന്നു. ഈ പ്രൈസ് ഇഫക്റ്റ് 2 ഇഫക്റ്റുകളുടെ ആകത്തുകയാണ്. അതായത് ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ അവിടെ 2 ഇഫക്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ബനാന അല്ലെങ്കിൽ ഗുഡ് വണ്ണിൻ്റെ അളവ് കൂടുന്നത്. ആ 2 ഇഫക്റ്റുകൾ, ഒന്ന് ഇൻകം ഇഫക്റ്റും 2 സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റുമാണ്. സോ പ്രൈസ് ഇഫക്റ്റ് ഈസ് ദി സം ഓഫ് ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഓർക്കണം, വില കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്? ഒരു സാധനത്തിൻ്റെ വില കുറയുന്നു. വില കുറയുമ്പോൾ ആ ഉൽപ്പന്നം വില കുറഞ്ഞ ഉൽപ്പന്നമായി മാറും. ചീപ്പർ കമ്മോഡിറ്റി എന്നാണ് പറയുക. വില കുറഞ്ഞ സാധനം ആപേക്ഷികമായി മറ്റ് വസ്തുക്കളുമായി തട്ടിച്ചു നോക്കുമ്പോൾ മറ്റ് വസ്തുക്കൾ എന്തായിട്ട് മാറും? ഡീറർ കമ്മോഡിറ്റിയാണ്. ഒരു റിലേറ്റീവ് പ്രൈസ് കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാറുണ്ട്? വില കൂടിയ സാധനങ്ങൾ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യും? വില കുറഞ്ഞ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും, ഇല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ വെൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ്, ദ കൺസ്യൂമർ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചീപ്പർ കമ്മോഡിറ്റി ഇൻ ദ പ്ലേസ് ഓഫ് ഡിയർ കമ്മോഡിറ്റി. ദിസ് ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ്. എന്താണ് ഇൻകം ഇഫക്റ്റ്? വില കുറയുമ്പോൾ മറ്റൊരു ഇഫക്റ്റും കൂടെ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇൻകം ഇഫക്റ്റ് എന്താണ്? വെൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ്, റിയൽ ഇൻകം ഓർ പർച്ചേസിംഗ് പവർ ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ്. റിയൽ ഇൻകം എന്നൊരു വാക്ക് അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. കഴിഞ്ഞ വർഷം CPI ഒക്കെ പഠിക്കുമ്പോൾ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആ വാക്ക് പഠിച്ചിട്ടുണ്ട്. എന്താണ് പർച്ചേസിംഗ് പവർ?
നമ്മുടെ നിലവിലെ മണി ഇൻകം മാറുന്നില്ല. നമ്മുടെ ഉദാഹരണത്തിൽ 12 രൂപയാണ് കൺസ്യൂമറിൻ്റെ വരുമാനമെങ്കിൽ ആ 12 രൂപ മാറുന്നില്ല. ആ 12 രൂപ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളുടെ അളവിൽ വ്യത്യാസം വരും വില കുറയുമ്പോൾ. അത് നമുക്ക് പരിശോധിക്കാം. സപ്പോസ് 12 രൂപയാണ്, നമ്മുടെ ബനാനയുടെ വില 4 രൂപയാണ്. ബനാന മാത്രം വാങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്ക് എത്ര എണ്ണം കിട്ടും? 4 ഗുണം 3, 3 യൂണിറ്റ് ബനാന കിട്ടും. എത്രയായി? 12 രൂപയായി അല്ലേ? പിറ്റേ ദിവസം ഇതുപോലെ ബനാന വാങ്ങിക്കാൻ പോകുമ്പോൾ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഇതിൻ്റെ വില 3 കുറഞ്ഞു. കയ്യിൽ എത്ര രൂപ കൊണ്ടാണ് നമ്മൾ പോകുന്നത്? 12 രൂപ കൊണ്ടാണ്. അപ്പോൾ എത്ര എണ്ണം വാങ്ങാൻ സാധിക്കും? 4 എണ്ണം വാങ്ങാം. ഇവിടെ മണി ഇൻകം മാറിയിട്ടില്ല. ഇന്നലെ വാങ്ങാൻ പോയപ്പോഴും അല്ലെങ്കിൽ ഇന്ന് വാങ്ങാൻ പോയപ്പോഴും 12 രൂപ തന്നെയാണ്. നമ്മൾ ഇന്നലെ വാങ്ങാൻ പോവുകയാണെങ്കിൽ 4 രൂപയായിരുന്നു. 4 ഗുണം 3 12. ഇന്ന് വാങ്ങാൻ പോയപ്പോൾ 3 ഗുണം 4 12. പക്ഷേ 12 രൂപ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ബനാനയുടെ ക്വാണ്ടിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? 3-ൽ നിന്ന് 4 വർദ്ധിച്ചിട്ടുണ്ട്. ആ മണി ഇൻകം കൊണ്ട് എത്ര അളവ് സാധനം വാങ്ങാൻ കഴിയുന്നു എന്നതാണ് റിയൽ ഇൻകം അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ എന്ന് മനസ്സിലാക്കിയാൽ, വില കുറഞ്ഞപ്പോൾ 4-ൽ നിന്ന് 3 ആയപ്പോൾ എന്ത് കൂടി? പർച്ചേസിംഗ് പവർ കൂടി. ദ സെയിം മണി ഇൻകം. ഈ 2 ഇഫക്റ്റുകൾ വില കുറയുമ്പോൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ഡിമാൻഡ് കർവ് എന്താകുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആകുന്നത്. പ്രൈസ് ഇഫക്റ്റ് ഈസ് ദി സം ഓഫ് ഇൻകം ഇഫക്റ്റ് ആൻഡ് substitution effect. That means when price of a commodity falls, the quantity demanded increases due to the operation of income effect and substitution effect. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇത് സാധാരണഗതിയിൽ നോർമൽ ഗുഡുകളിൽ ഇത് തന്നെയാണ് സംഭവിക്കുക. ഈ 2 ഇഫക്റ്റുകളും ഒരേ സമയം സ്ട്രോങ് ആയി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി കൂടും. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇൻഫീരിയർ ഗുഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇൻഫീരിയർ ഗുഡിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു തരം ഗുഡ്സ് ഉണ്ട്. അതിൻ്റെ പേര് ഗിഫൺ ഗുഡ് എന്നാണ്. ഗിഫൺ ഗുഡിനെ കുറിച്ച് ഇനിയും തുടർ ക്ലാസ്സുകളിൽ ക്ലാസ് ഉണ്ടാകും. അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഗിഫൺ ഗുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് കർവിന് എക്സെപ്ഷനാണ്. ഇത് ഡൗൺവേർഡ് ആണെങ്കിൽ ഗിഫൺ ഗുഡിൻ്റെ ഡിമാൻഡ് കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് തീർച്ചയായിട്ടും അവിടെ ഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ ഇൻകം ഇഫക്റ്റ് റിവേഴ്സായി ഓപ്പറേറ്റ് ചെയ്യും. ഇൻകം എഫക്റ്റിലൂടെ ഗിഫൺ ഗുഡിൻ്റെ അളവ് കുറയ്ക്കുകയും അവരതിൽ നിന്ന് മേന്മയേറിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പണം വിനിയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇൻകം ഇഫക്റ്റ് റിവേഴ്സായി സ്ട്രോങ് ആയി ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഗിഫൺ ഗുഡിൻ്റെ കേസിൽ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആകുകയില്ല, അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ആ കാര്യം പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ക്ലാസ് വരും, അതിനകത്ത് വിശദമായിട്ട് കാര്യങ്ങൾ പറയും. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതുമാണ് ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിൻ്റെ കാരണങ്ങൾ പറയുന്നത്. ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഗിഫൺ ഗുഡ് എക്സെപ്ഷനാണ്. ആ കേസ് ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും കൂടെ കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഒരു ഡേറ്റയുടെ ബേസിൽ പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ടാണ് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് പഠിച്ചത്. പക്ഷേ നിങ്ങളുടെ പുസ്തകം നോക്കുമ്പോൾ പുസ്തകത്തിൽ സംഖ്യകളൊന്നും ആയിരിക്കില്ല, ചില നൊട്ടേഷൻസിലൂടെ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യം എങ്ങനെ ആ രീതിയിലൊന്ന് പറയാം എന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇവിടെ 2 പാർട്ടുണ്ടാകും, അപ്പർ പാർട്ടും ലോവർ പാർട്ടും ഉണ്ടാകും. അപ്പർ പാർട്ട് പരിശോധിക്കുക. ഇനിഷ്യലി ദ കൺസ്യൂമേഴ്സ് ഓപ്റ്റിമൽ ചോയ്സ് ഓർ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഈസ് അറ്റ് പോയിന്റ് C. Here the optimum bundle is X1 X2 with the income M, price P1, price P2. Here at price P1 the consumer purchases X1 quantity. അത് എവിടെ കാണിക്കുന്നു? താഴെ ലോവർ പാർട്ടിൽ കാണിക്കുന്നു. So in the lower part we plot P1 corresponding to X1. So this is the first point on the demand curve. Now suppose price of good 1 that is P1 falls to P1 dash. ഇത് കുറയുകയാണ്. P1 dash ആയിട്ട് കുറയുന്നു. P1 dash ആയി കുറയുമ്പോൾ the budget line shifts right in horizontal interceptor. Thereby the new budget line is AB1.
So the new optimal choice or consumer equilibrium is at point D. So the consumer increases the purchase of banana, consumption of banana to x1 dash. This x1 dash quantity is purchased at a price p1 dash. In the lower part, for deriving demand curve, we plot p1 dash against x1 dash. p1 dash ന് corresponding ആയിട്ടുള്ള x1 dash മാർക്ക് ചെയ്യുന്നു. Now again suppose price of good 1 falls to p1 double dash, then new budget line is AB2 and the optimal choice is point C. Increase in the quantity purchase of good 1 to x1 double dash. x1 double dash ലേക്ക് വരുന്നു. So this x1 double dash is purchased at a price p1 double dash. In the lower part we plot p1 double dash corresponding to x1 double dash. These 3 points in the lower part are joined by a curve. We get a demand curve. This demand curve slopes downwards, showing the inverse relationship between price and quantity demanded. This downward sloping is due to income effect and substitution effect. ഇക്കാര്യം പഠിച്ചാൽ മതി. ഇപ്പോൾ ഈ പറഞ്ഞത് പൊതുവായി പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നന്ദി, നമസ്കാരം.